അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഓപ്പറേറ്റേഴ്സിൻ്റെ പാർട്ട് 2 ആണ്. ഇതിനകത്ത് കുറച്ച് ഓപ്പറേറ്റേഴ്സിൻ്റെ കോഡിങ് നമുക്ക് നോക്കാം. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ 9 ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഓരോന്നിൻ്റെയും കോഡിങ് നമുക്ക് നോക്കാം. അപ്പം ആദ്യത്തേതാണ് യൂണറി ഓപ്പറേറ്റർ. യൂണറി ഓപ്പറേറ്റർ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 ടൈപ്പാണ്: പ്ലസ് പ്ലസ്, മൈനസ് മൈനസ്, ഒരു നെഗേഷൻ, പിന്നെ ഒരു മൈനസ്. അപ്പോൾ അതിൻ്റെ കോഡിങ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് യൂണറിയുടെ ഒരു ഡെമോ. റിസൾട്ട് 1 ആണ് പ്രിൻ്റ് ചെയ്തു. ഇനി റിസൾട്ട് മൈനസ് മൈനസ് അത് ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് മൈനസ് അപ്പോൾ 0 ആവും. ഇനി റിസൾട്ട് പ്ലസ് പ്ലസ്. റിസൾട്ട് പ്ലസ് പ്ലസ് പറഞ്ഞാൽ ഓൾറെഡി 0 ഉള്ളത് പ്ലസ് പ്ലസ് ചെയ്യാം, അപ്പോൾ റിസൾട്ട് 1 ആവുന്നു. ഇനി റിസൾട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് റിസൾട്ട്. ഈ മൈനസ് ഓഫ് എന്ന് പറയുന്നതും ഒരു ഓപ്പറേറ്ററാണ്, യൂണറി ഓപ്പറേറ്ററാണ്. അപ്പം നമുക്ക് ഓൾറെഡി 1 ഉള്ള റിസൾട്ട് നമുക്ക് -1 ആണ് ആവുന്നത്. ഇനി നമുക്ക് ഒരു നെഗേഷൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അതെല്ലാം ഒരു ബൂളിയൻ വാല്യൂസിൻ്റെ മുകളിലാണ് ആ നെഗേഷൻ നോട്ട് ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നത്. അതും ഒരു യൂണറി ഓപ്പറേറ്ററാണ്. അപ്പം ബൂളിയൻ സക്സസ് ഇസ് ഈക്വൽ ടു ഫോൾസ്. നമ്മളിനി സക്സസ് പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ ഫോൾസ് ആണ്. നെഗേഷൻ ഓഫ് സക്സസ് ആണെങ്കിൽ ട്രൂ ആണ്. ഈ കോഡ് ജസ്റ്റ് ഞാനൊരു കൺസോളിൽ നിന്ന് റൺ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോന്ന് നമ്മൾ പ്രിൻ്റ് ചെയ്തത് അതേപോലെ വന്നിരിക്കുന്നുണ്ട്. ഇനി അടുത്തത് പ്രീ ആൻഡ് പോസ്റ്റ് ഫിക്സ്. ഇതിനെ പറയുന്നത് യൂണറി ഓപ്പറേറ്റർ ഈ മൈനസ് മൈനസും പ്ലസ് പ്ലസും 2 ടൈപ്പ് ഉണ്ട്. അതായത് എ പ്ലസ് പ്ലസ് എന്ന് എഴുതാം, പ്ലസ് പ്ലസ് എ എന്നും എഴുതാം. അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസാണ് ഞാൻ അടുത്ത ഡെമോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പം ഇൻഡ് ജെ ഈസ് ഈക്വൽ ടു 100, പ്ലസ് പ്ലസ് ജെ ആൻഡ് ജെ പ്ലസ് പ്ലസ് ആൻഡ് ജെ. ഇതിൻ്റെ തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ജെ പ്ലസ് പ്ലസും പ്ലസ് പ്ലസ് ജെയും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജെ ഈസ് ഈക്വൽ ടു ജെ പ്ലസ് 1 ആക്കും. അതായത് 100 ഉള്ളത് 101 ആക്കും. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് അല്ല, നമ്മൾ പ്ലസ് പ്ലസ് ജെന്ന് എഴുതി. അതായത് ആദ്യം ഈ പ്ലസ് പ്ലസ് ജെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ പ്ലസ് പ്ലസ് ജെ ചെയ്യാനാണ്. അപ്പം ആദ്യം തന്നെ ജെയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും, എന്നിട്ടാണ് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പം 101 ആണ്. അപ്പോൾ ഇപ്പം ജെയുടെ വാല്യൂ 101 ആണ്. ഓക്കെ, ഇനി ഈ പ്രോഗ്രാം വേണമെങ്കിൽ ഞാൻ കുറച്ച് ഇതാക്കിയിട്ട് കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ എഴുതി തരാം. ഇൻറ്റ് കെ ഇസ് ഈക്വൽ ടു 100. ഇനി കെ പ്ലസ് പ്ലസ് എഴുതുവാന്ന് വെച്ചോ. അപ്പം ഇവിടെ പ്രിൻസ് 100 ആണ്, ഇവിടെ വേണ്ട. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാം. ഇവിടെ കണ്ടോ, ഇവിടെ ഇൻറ്റ് ജെ ഇസ് ഈക്വൽ ടു 100. നമ്മൾ പ്ലസ് പ്ലസ് ജെ പ്രിൻ്റ് ചെയ്തപ്പോൾ 101 ആണ് പ്രിൻ്റ് ചെയ്തത്. അതേപോലെ തന്നെ സിമിലർ ആണ് ഇൻറ്റ് കെ ഇസ് ഈക്വൽ ടു 100. ഇനി നമ്മൾ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് കെ പ്ലസ് പ്ലസ് ചെയ്തു, പക്ഷേ അത് 100 ആണ് പ്രിൻ്റ് ചെയ്തത്. അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കെയുടെ വാല്യൂ ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ടാണ് അത് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പ്രീ ഫിക്സും പോസ്റ്റ് ഫിക്സും തമ്മിലുള്ള വ്യത്യാസം. പ്രീ ഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ജെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാനാണ്, എന്നിട്ടാണ് ബാക്കിയുള്ള അസൈൻമെൻറ്റും അല്ലെങ്കിൽ ബാക്കിയുള്ള സിസ് ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ പോസ്റ്റ് ഫിക്സ് അതായത് കെ പ്ലസ് പ്ലസ് പോലത്തുള്ള ഓപ്പറേഷൻ ആണെങ്കിൽ ആദ്യം അസൈൻമെൻറ്റോ അല്ലെങ്കിൽ ആദ്യം സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കെയുടെ വാല്യൂ ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് കെയുടെ വാല്യൂ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇപ്പം കെയുടെ വാല്യൂ നമ്മൾ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ 101 ആവും. അതായത് കെയുടെ വാല്യൂ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് ഇവിടെ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ആദ്യം പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് നോക്കാം കെയുടെ വാല്യൂ എന്താണെന്ന്. അന്നേരം 101 പ്രിൻ്റ് ആവും. ഞാൻ ഈ പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. ആദ്യം 100 ആയിരുന്നു, ഇപ്പോൾ കെയുടെ വാല്യൂ 101 ആണ്. അപ്പോൾ ഇതാണ് പ്രീഫിക്സിൻ്റെയും പോസ്റ്റ് ഫിക്സിൻ്റെയും
ഡിഫറൻസ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഒരു നെക്സ്റ്റ് ഡെമോ, ഇതും ഒരു സിമിലർ ഡെമോ ആണ്. നമുക്കൊന്ന് റൺ ചെയ്യാം. കണ്ട എക്സ് ഇസ് ഇക്വൽ ടു 10, എക്സിൻ്റെ വാല്യൂ, അതേപോലെ വൈ ഇസ് ഇക്വൽ ടു 10. എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ഇവിടെ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്തതാണ്. ഇനി എക്സ് പ്ലസ് പ്ലസ് ചെയ്തു, ഇവിടെ പ്ലസ് പ്ലസ് വൈ ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ എക്സ് പ്ലസ് പ്ലസ് ചെയ്തു എന്ന് വെച്ചിട്ട് ഈ ഒരു പെർട്ടിക്കുലർ സിസ് ഔട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ എക്സിൻ്റെ പണ്ടത്തെ വാല്യൂ, അതായത് 10 തന്നെയാണ് പ്രിൻറ്റ് ചെയ്യുക, എന്നിട്ടാണ് എക്സിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ റിസൾട്ട് നോക്കിയാൽ അറിയാം 10 10 11 ആണ്. പക്ഷേ ഇവിടെ 10 11 11 ആണ് ഈ ഒരു പ്രോഗ്രാമിന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി വേറൊരു ഡെമോയും കൂടെ ഞാൻ കാണിച്ചു തരാം യൂണറി ഓപ്പറേറ്റേഴ്സിൻ്റെ. ഇതും പ്രീഫിക്സും പോസ്റ്റ് ഫിക്സും തന്നെയാണ്. ഓക്കെ, ഈ രണ്ടും സിമിലർ പ്രോഗ്രാമാണ്. പ്രീഫിക്സിൻ്റെയും പോസ്റ്റ് ഫിക്സിൻ്റെയും ഡിഫറൻസ് മനസ്സിലാക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇൻറ്റ് A1 ഉം B1 ഉം ഉണ്ട്, അതേപോലെ ഇൻറ്റ് A2 ഉം B2 ഉണ്ട്. രണ്ടും നമ്മൾ ഇങ്ങനെയാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ എഴുതുവാണ് A1 ഇസ് ഈക്വൽ ടു പ്ലസ് പ്ലസ് B1. ഇവിടെ എഴുതുകയാണ് A2 ഇസ് ഈക്വൽ ടു B2 പ്ലസ് പ്ലസ്. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യം നടക്കുന്നതെന്ന് പറയുന്നത് ഇൻക്രിമെൻറ്റേഷനാണ്. ഇത് പ്രീഫിക്സ് ആണ്. ആദ്യം ഇൻക്രിമെൻറ്റേഷനാണ് നടക്കുക. അതായത് B1 ഇസ് ഈക്വൽ ടു B1 പ്ലസ് 1. എന്നിട്ടാണ് അസൈൻമെൻറ്റ് നടക്കുന്നത്. എന്നിട്ടാണ് A1 ഇസ് ഈക്വൽ ടു B1 എന്ന് പറഞ്ഞ ഓപ്പറേഷൻ നടക്കുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് A2 ഇസ് ഈക്വൽ ടു B2 പ്ലസ് പ്ലസ്. അപ്പം ഇവിടെ ആദ്യം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം A2 ഇസ് ഈക്വൽ ടു B2 ആവും, എന്നിട്ടാണ് B2 ഇസ് ഈക്വൽ ടു B2 പ്ലസ് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പം അത് നമ്മൾ ഈ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടാൽ മനസ്സിലാവും. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ്എൽഎൻ A1 B1. A1 ഉം B1 ഉം ഇവിടെ സെയിം ആയിരിക്കും. എന്താണ് 3 ആയിരിക്കും. രണ്ടും 3 ആയിരിക്കും. കാരണം ആദ്യം ഇൻക്രിമെൻറ്റ് ചെയ്തതിന് ശേഷമാണ് അസൈൻമെൻറ്റ് നടക്കുന്നത് അല്ലേ. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ആദ്യം അസൈൻമെൻ്റ് ആണ്. അപ്പം A2 ഇസ് ഈക്വൽ ടു B2. B2യുടെ വാല്യൂ എന്താണ് 2 ആണ്. അപ്പം B2യുടെ വാല്യൂ 2 ആണ്. അപ്പം A2 ഇസ് ഈക്വൽ ടു B2 ആണ്. അപ്പം A2യുടെ വാല്യൂ ഇപ്പോൾ 2 ആണ്. ഇനിയാണ് B2 ഇസ് ഈക്വൽ ടു B2 പ്ലസ് 1 നടക്കുന്നത്. B2യുടെ വാല്യൂ 2 ആണ്, B2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. നമുക്ക് ഈ പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന്. നമ്മൾ ഓക്കെ, ഔട്ട്പുട്ട് കണ്ടോ. A1 ഉം ആദ്യത്തെ ഇതിൽ 3 3, പിന്നെയാണ് 2 3 എന്ന് പറഞ്ഞ സംഭവം. അപ്പം ഇതാണ് പ്രീഫിക്സും പോസ്റ്റ് ഫിക്സും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതൊരു മൾട്ടിപ്ലിക്കേഷനാണ്. ഇത് കുറച്ചൊരു കൺഫ്യൂസിങ് തോന്നും. നമുക്ക് ജസ്റ്റ് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പം A1 ഇസ് ഈക്വൽ ടു 7, ഇൻറ്റ് B ഇസ് ഈക്വൽ ടു പ്ലസ് പ്ലസ് A ഇൻറ്റു A പ്ലസ് പ്ലസ്. അപ്പം ഇവിടെ എന്തായിരിക്കും ഔട്ട്പുട്ട്? അപ്പം പ്ലസ് പ്ലസ് A ആദ്യം തന്നെ ഇൻക്രിമെൻറ്റേഷൻ നടക്കും. അപ്പം എയുടെ വാല്യൂ എന്തായി 8 ആണ് അല്ലേ, ഇൻറ്റു A പ്ലസ് പ്ലസ്. അപ്പം നമുക്കറിയാം പോസ്റ്റ് ഫിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ഓപ്പറേഷൻസും കഴിഞ്ഞിട്ടാണ് പോസ്റ്റ് ഫിക്സ് നടക്കുക. അപ്പം 8 ഇൻറ്റു 8 ആണിത്. 8 ഇൻറ്റു 8 ആണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് A ഇസ് ഈക്വൽ ടു 9 ആവുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 64 ആയിരിക്കും. അതായത് 8 ഇൻറ്റു 8 ആയിരിക്കും. ഇനി ഇത് നോക്കാം. ഇൻറ്റു A3 ഇസ് ഈക്വൽ ടു 7, B3 ഇസ് ഈക്വൽ ടു A3 പ്ലസ് പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ് A3. അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ചാൽ A3 പ്ലസ് പ്ലസ്, ഇത് പോസ്റ്റ് ഫിക്സ് ആണ്. അപ്പം A3യുടെ വാല്യൂ 7 തന്നെയാണ്. ഓക്കെ, 7 തന്നെയാണ്. എന്നിട്ട് ഇപ്പം A3യുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയി 8 ആയി. ഇനി പ്ലസ് പ്ലസ് A3, അതായത് 8 നിന്ന് പിന്നെ 9 ആയി. അപ്പം ഈ ഒരു ടോട്ടൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് 7 ഇൻറ്റു 9 എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 7 ഇൻറ്റു 9 എത്രയാണ്? 63. അതാണ് ഔട്ട്പുട്ട്. നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 64ഉം 63 ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇതിൻ്റെ എന്ന് പറയുന്നത് 8 ഇൻറ്റു 8, അതായത് 64 ആണ് വരുന്നത് വാല്യൂ. പക്ഷേ ഇതിൻ്റെ കേസിൽ 7 ഇൻറ്റു 9 ആണ്, അതായത് 63 ആണ് വരുന്നത്.
അപ്പം നിങ്ങൾക്ക് ഈ പ്രീഫിക്സും പോസ്റ്റ് ഫിക്സും നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.